നമസ്കാരം. ദൃശ്യമാധ്യമ രംഗത്ത് പുത്തൻ ചരിത്രമെഴുതിയ 24-ന് ഇന്ന് 6ാം പിറന്നാൾ. അതിനൂതന സാങ്കേതിക വിദ്യയ്ക്കൊപ്പം അവതരണത്തിലെ പുതുമയും സ്ക്രീൻ വൈബ്രൻസിയും ഒക്കെ മലയാളിക്ക് സമ്മാനിച്ചത് പുതിയൊരു കാഴ്ചാനുഭവമാണ്. ഈ പുതുമകൾക്കൊപ്പം വിട്ടുവീഴ്ചയില്ലാത്ത മാധ്യമപ്രവർത്തനം സാധ്യമാക്കുന്നതിലും 24 മാതൃകയായി. സൂക്ഷ്മതയോടെ, കൃത്യതയോടെ, ഏറ്റവും ആധികാരികമായി നിരവധി വാർത്തകൾ 24 ആദ്യം പ്രേക്ഷകരെ അറിയിച്ചു. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തി പ്രശ്നപരിഹാരത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചു. ഒപ്പം തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒട്ടേറെ പേർക്ക് വീട്, വിദ്യാർത്ഥികൾക്ക് പഠന സഹായം എന്നിവ സാധ്യമാക്കി. ദുരന്തങ്ങളെ അതിജീവിച്ചവരെ ചേർത്ത് നിർത്തി. അങ്ങനെ മറ്റൊരു മാധ്യമവും ചെന്നെത്താത്ത ഇടങ്ങളിലേക്ക്, വഴികളിലേക്ക് ഇറങ്ങിച്ചെന്ന് 24 മാധ്യമ പ്രതിബദ്ധത വിളിച്ചോതി. നാടിന്റെ ന്യൂസ് ഡെസ്കായി വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ. അതെങ്ങനെയായിരുന്നു? ഒരു തിരിഞ്ഞുനോട്ടം. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ. 6ാം വാർഷിക നിറവിൽ 24. നൽകുകയായിരുന്നു 24. പ്രേക്ഷക ഹൃദയങ്ങൾ അത്യാവശ്യത്തോടെയാണ് 24-നെ സ്വീകരിച്ചത്, ഹൃദയത്തോട് ചേർത്ത് നിർത്തിയത്. മലയാള ദൃശ്യമാധ്യമ മേഖലയിൽ 24 കൊണ്ടുവന്ന മാറ്റം എന്താണ്? കാണാം. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കുറച്ചധികം കാലമായി ഒരു വാർത്താ ചാനലിന്റെ വരവ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ലോകമെമ്പാടും ഇരുന്ന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. 2018 ഡിസംബർ 8 മലയാളത്തിൽ പുതിയൊരു വാർത്താ സംസ്കാരം ജനിക്കുകയായിരുന്നു. അതുവരെ മലയാളി കണ്ടു ശീലിച്ച വാർത്താവതരണ രീതികളെ പൊളിച്ചെഴുതിയ വരവ്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരുന്ന ഒരു വാർത്താ ചാനൽ ഇന്ന് സംപ്രേഷണം ചെയ്യപ്പെടുന്നു. 24. പുത്തൻ സാങ്കേതിക സൗകര്യങ്ങളുടെ അനന്ത സാധ്യതകൾക്കൊപ്പം മലയാളികളുടെ സ്വീകരണ മുറികളിലേക്ക് എത്തിയ 24 ഓരോ വിശേഷ ദിവസത്തിലും മലയാളിക്ക് പുതുമയുടെ കൈനീട്ടമായി. ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ചമ്പക്കുളം അടിച്ചു കയറി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹലോ മലപ്പുറം! പ്രേക്ഷകരും പ്രക്ഷേപകനും ഒന്നാകുന്ന ഒരു അപൂർവ സംഗമവേദിയാണിത്. ഒരു ടെലിവിഷൻ ചാനലും കേട്ടുകഴിവില്ലാത്ത ഒരു കാര്യമാണിത്. ജനാധിപത്യത്തിന്റെ മഹോത്സവങ്ങൾ 24 ആവേശപൂരങ്ങളാക്കി. ഫലം ആദ്യം തന്നെ പ്രേക്ഷകരിലെത്തിക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന 24 സ്ക്രീനാണ്. സതീശൻ പോലും 24 കണ്ടുകൊണ്ടിരിക്കുക. വലിയ സ്ക്രീനിൽ നമ്മളിതൊക്കെ എങ്ങനെ താങ്ങും? പൂരപ്പറമ്പും കലോത്സവ വേദികളും ന്യൂസ് ഫ്ലോറിൽ പുനർജനിച്ചത് പ്രേക്ഷക ലക്ഷങ്ങൾ നെഞ്ചോട് ചേർത്തു. ഞങ്ങൾ ഇത്തരം പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആ ചടങ്ങിൻ്റെ ഒരു ഭാഗമായി എലിഞ്ഞിത്രമേളം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഭഗവതിയുടെ അനുഗ്രഹമാണ്. വാർത്തയുടെ ആഴം മനസ്സിലാക്കിയ റിപ്പോർട്ടിംഗ്, മാറ്റം ലക്ഷ്യമിട്ടുള്ള ചോദ്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട നാളുകൾ. മഴയൊന്നു കനത്തു പെയ്താൽ ഒരു പക്ഷേ വീരാൻകുടിക്കാർക്കൊപ്പം നാളത്തെ പ്രഭാതം കാണാൻ ഞങ്ങളും ഉണ്ടാകില്ല. 24 വാർത്ത പുറത്തുവിട്ടതോടെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. മെയിൻറ്റെയിൻ ചെയ്ത് റെഡിയാക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു തരിപ്പണമായി. ആ സമയത്ത് ആ വാർത്ത പുറത്തുവിട്ടത് 24. ഇത് ചെയ്ത പഞ്ചായത്താണെങ്കിലും ആരാണെങ്കിലും ഗവൺമെന്റ് ഗൗരവമായി അന്വേഷണത്തിന് വിധേയമാക്കും. 24 ഇത് വിഷയം പുറത്തു കൊണ്ടുവന്നപ്പോൾ ഗൗരവമായി നമ്മൾ കാണുന്നു. അർദ്ധരാത്രി നടു റോഡിൽ ഈ യുവതി ഇറക്കി വിട്ടു. വാർത്തയ്ക്ക് പിന്നാലെ തമിഴ്നാട് CTCയുടെ ഇടപെടൽ. 24 പറയാനുണ്ട് സർ. എനിക്ക് വലിയൊരു നന്ദി പറയാനുണ്ട്. 4 മാസം മുൻപ് ഒരു മഴക്കാലത്ത് ഞങ്ങൾ വിജയാനന്ദിന്റെ വീട്ടിലെത്തുമ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെ. 24 വാർത്ത പുറത്തുവന്ന അരമണിക്കൂറിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസിന്റെ ഇടപെടൽ. ഇതിന് ഏറ്റവും നന്ദി പറയേണ്ട 24 ന്യൂസ്. രോഗികളെ ഉൾപ്പെടെ 4 കിലോമീറ്ററിലധികം ദൂരം തണ്ടിൽ ചുവന്നു കൊണ്ടുവരേണ്ട ദുരവസ്ഥ പുറം ലോകം എത്തിച്ചത് 24 ആയിരുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ തന്നെ നേരിട്ടെത്തി പുനരധിവാസ പ്രവർത്തനം പ്രദേശവാസികളെ അറിയിച്ചത്. അവതാരകർ പ്രേക്ഷകരിൽ ഒരാളായി
24 റിപ്പോർട്ടർമാരും ടീമും ദുരന്തങ്ങളിൽ കരുതലായി. പേര് ചൊല്ലി വിളിക്കാൻ പ്രിയപ്പെട്ടവർ ഇനിയില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവർ, തകർന്നു കിടക്കുന്ന വലിയ പാറക്കെട്ടുകൾ ആശങ്ക ഏറ്റുന്നു. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അന്ന് ഈ ഗ്രാമം ഉണ്ടായിരുന്നു. ഇവിടെ മനോഹരമായ കടകളുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു. താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം പൂർണ്ണമായും പൊളിച്ചുമാറ്റി. ഇത് ദുരന്തബാധിത മേഖലയാണ്, ടൂറിസം പ്രദേശമല്ല. അതിനാൽ തന്നെ സഞ്ചാരികളെ നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. കോവിഡിൽ തകർന്ന ജീവിതം വഴിമുട്ടിയ പലരുടെയും ജീവിതത്തിന് പുത്തൻ പ്രതീക്ഷകളേകി 24. പഠനം വഴിമുട്ടിയവർക്കും ഭവനം നഷ്ടപ്പെട്ടവർക്കും നെടും തൂണായി. അങ്ങനെ സ്നേഹത്തിന്റെ, കരുതലിന്റെ, ചേർത്തുപിടിക്കലിന്റെ 6 വർഷങ്ങൾ. 24നെ സ്നേഹിച്ച, സ്വീകരിച്ച പ്രേക്ഷകർക്ക് നന്ദി. നാം ഒരുമിച്ചുള്ള യാത്ര ഇനിയും മുന്നോട്ട്. ടീം 24. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ. 6ാം വാർഷിക നിറവിൽ 24. 24 എന്ന ആശയം പങ്കുവച്ചപ്പോൾ പലരും ചോദിച്ചു, ഇത്രയും ചാനലുകൾ ഉള്ളപ്പോൾ പുതിയൊരു ചാനലിന് എന്ത് പ്രസക്തി, വിജയിക്കുമോ? കഴിഞ്ഞ 6 വർഷം കൊണ്ട് 24-നുണ്ടായ സ്വീകാര്യതയാണ് അതിനുള്ള മറുപടി. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്ന മാധ്യമം ജനം ഏറ്റെടുത്തുവെന്ന് അഭിമാനത്തോടെ തന്നെ പറയാൻ കഴിയും. വാർത്താമാധ്യമങ്ങളുടെ പതിവ് വഴികളിൽ നിന്ന് മാറിയുള്ള പ്രയാണമായിരുന്നു 24-ന്റേത്. വാർപ്പ് മാതൃകകൾ വിട്ടുള്ള പരീക്ഷണം. കെട്ടിലും മട്ടിലും മലയാളികൾ അതുവരെ കണ്ടു ശീലിച്ചതൊന്നുമായിരുന്നില്ല 24. സമാനതകളില്ലാത്ത വാർത്താനുഭവം. കൃത്രിമ ഗൗരവത്തിന്റെ മേലങ്കികളില്ലാതെ ഉള്ളതുപോലെ പറഞ്ഞു. കേൾപ്പിക്കുന്നതിനൊപ്പം പ്രേക്ഷകരെ കേൾക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യയുടെ സാധ്യതകളിലൂടെ വാർത്തയുടെ മറുപുറം തേടി. ആദ്യമറിയിച്ചു, ആഴത്തിലറിയിച്ചു, വ്യക്തമായും സമഗ്രമായും ആധികാരികമായും. വാർത്തകൾ ചട്ടക്കൂടുകളിൽ ഒതുങ്ങിയില്ല. അത് ജനങ്ങളോട് ജനകീയ ഭാഷയിൽ സംവദിച്ചു. യാന്ത്രികമല്ലാത്ത അവതരണ ശൈലി സാമ്പ്രദായികതകളെ കുടഞ്ഞെറിഞ്ഞു. തോന്നുന്നില്ല, പോകാൻ തോന്നുന്നില്ല. സ്ഥാനാർത്ഥികളുടെ മുന്നണികളുടെ ചങ്കിടിപ്പ് അങ്ങനെ പട്ടപടാ കേൾക്കണം. വഴിതെളിച്ചത് പ്രേക്ഷകർ വെറും കാണികളല്ല എന്ന ബോധ്യം. ആശയത്തിന്റെ ഏകപക്ഷീയമായ വിനിമയത്തിന് മാറ്റമുണ്ടായി. കമന്റ് ബോക്സുകൾ തത്സമയ സംവാദവേദികളായി. യോജിച്ചും വിയോജിച്ചും അഭിനന്ദിച്ചും വിമർശിച്ചും പ്രേക്ഷകർക്ക് പ്രക്ഷേപകരോടുള്ള അകലം കുറഞ്ഞു. തനിക്ക് പറയാനുള്ളത് 24 പറയും എന്നത് വിശ്വാസമായി. ഇതിനിടയ്ക്ക് സജുലാൽ ഒരു കാര്യം പറയുന്നു, തലവെക്കരുതേ, ഇത് തട്ടിപ്പാണെന്ന ഈ പരിപാടിക്ക് ആശംസകൾ. എം സമീർ വലിയ നടന്നുകൊണ്ട് വായിക്കാൻ ചെറിയ അക്ഷരമായതുകൊണ്ട് എനിക്ക് പ്രായമായതുകൊണ്ട് കണ്ണൊന്നും പിടിക്കുന്നില്ല. അതുപോലെ വിജയൻ പറയുന്നു, രാത്രിയിലുള്ള പരിപാടിയിൽ SK ഇതുവരെ എന്റെ കമന്റ് വായിച്ചിട്ടില്ല. പൊതുപ്രശ്നങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഇടപെടാനുള്ള പ്ലാറ്റ്ഫോം വേണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഒരാഴ്ച കാലത്തേക്കെങ്കിലും സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. സിറ്റികളില്ലാത്ത കേന്ദ്രങ്ങളിലാണ് വിമാനത്താവളം അനുവദിക്കുന്നത്. ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ പ്രയോഗം വിവര കൈമാറ്റത്തിൽ വിപ്ലവം തീർത്തു. ദേശം കൊണ്ടും കാലം കൊണ്ടും അകലെയുള്ളവയെക്കുറിച്ചുള്ള ഭാവനകൾക്ക് മാജിക് സ്ക്രീനിൽ ജീവൻ വെച്ചു. ലളിതമായ വിവരണങ്ങൾ, തൊട്ടുള്ള വിശകലനങ്ങൾ, വിജ്ഞാനത്തിലേക്ക് പുതിയ വാതായനങ്ങളായി. ബഹളം വെച്ചൊരു കാര്യമില്ല. ഇത് ശരിയാവാതെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടുത്തെ റോഡിന്റെ വീതിക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. ദൈവത്തെക്കുറിച്ച് മാത്രമല്ല, മതത്തെക്കുറിച്ചും ഗാന്ധിജി 100-ലേറെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ മേഖലയിൽ നിർമ്മാണങ്ങൾ കരുതലോടെ മാത്രം നടത്തുക. TTS സാങ്കേതിക വിദ്യയിലൂടെ വാർത്താ ഇടവും ന്യൂസ് സ്റ്റുഡിയോയും തമ്മിലുള്ള ദൂരം മായ്ച്ചു. ലോക്ക്ഡൌണില്ലാതെ ആഘോഷങ്ങൾ വീട്ടകങ്ങളിലെത്തി. അവതാരകർ ജനങ്ങളിലേക്ക് ഇറങ്ങി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരികയാണ്. വായിച്ചതോടെ തീർന്നില്ല വാർത്തകൾ. അഴിമതിയിൽ, അനാസ്ഥയിൽ നടപടി വരും വരെ അന്വേഷണങ്ങളുണ്ടായി. മൗനത്തിന്റെ കോട്ടകൾ പൊളിയും വരെ ചോദ്യങ്ങളുണ്ടായി. കരുതൽ വേണ്ടിടങ്ങളിൽ ചേർത്തുപിടിക്കലുണ്ടായി. ജനകീയതയുടെ വിളംബരമായി പ്രേക്ഷക സമ്മേളനങ്ങൾ.
പുതുമാതൃകയുടെ സ്വീകാര്യത റേറ്റിംഗ് ചാർട്ടുകളിലും പ്രതിഫലിച്ചതോടെ ഒന്നിനു പിറകെ ഒന്നായി അനുകരണങ്ങൾ. പക്ഷേ 24 ഒന്നു മാത്രം. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. തലമുറ ഭേദമില്ലാത്ത പിന്തുണയ്ക്ക്. ടീം 24. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ. 6ാം വാർഷിക നിറവിൽ 24. പോയ 6 വർഷങ്ങളിൽ 24 പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ നിരവധിയാണ്. അങ്ങനെ 24-ലൂടെ പ്രേക്ഷകർ ആദ്യം അറിഞ്ഞ ചില വാർത്തകളിലേക്കാണ് ഇനി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് മണിക്കൂറുകൾ മുമ്പേ പ്രദേശവാസികളുടെ ആശങ്ക പുറം ലോകത്തെത്തിച്ച് 24. ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ തലേ ദിവസം ഉജ്ജരിമട്ടത്ത് ഞാൻ എത്തിയിരുന്നു. ഉജ്ജരിമട്ടത്തെ ഒരു പാലത്തിന് മുകളിൽ ഏതാനും പേരുമായി സംസാരിച്ചു. തേടി നടക്കുകയായിരുന്നു. നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് വലിയ ആശങ്കയോടുകൂടി തേടി നടക്കുകയായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയില്ല കാര്യങ്ങൾ. ഞാൻ അന്ന് പറഞ്ഞില്ലേ, പിന്നെ ജനങ്ങളെ പരിഭ്രാന്തിയാണ്. ദുരിതബാധിതർക്കുള്ള ഭക്ഷ്യക്കിറ്റിൽ ഉപയോഗശൂന്യമായ സാധനങ്ങൾ ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായി. വാർത്ത ആദ്യം അറിയിച്ചത് 24. ഈ അരിയൊന്നും ഉപയോഗയോഗ്യമല്ല, മാത്രമല്ല വസ്ത്രം ഉപയോഗയോഗ്യമല്ല. ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് വിതരണം ചെയ്തത്. MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ പകരം മന്ത്രിയായിരുന്ന ചോദ്യത്തിന് ഉത്തരം ആദ്യം അറിഞ്ഞത് 24-ലൂടെ. MB രാജേഷ് മന്ത്രിയാകുമെന്നും AN ഷംസീർ സ്പീക്കർ സ്ഥാനത്തേക്കെന്നും 24 ബ്രേക്കിംഗ്. സ്പീക്കർ പദവിയിൽ നിന്നും MB രാജേഷ് മന്ത്രിയാകുമ്പോൾ, MV ഗോവിന്ദൻ മാസ്റ്ററുടെ പകരക്കാരനായ മന്ത്രിയാകുമ്പോൾ സ്പീക്കർ പദവിയിലേക്കാണ് AN ഷംസീറിനെ, തലശ്ശേരി MLA CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ ഷംസീറിനെ എത്തിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ 24 ബിഗ് എക്സ്ക്ലൂസീവ്. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതമെന്ന EP ജയരാജന്റെ ആത്മകഥയിലെ ഭാഗങ്ങൾ ആദ്യം പുറത്തുവിട്ടത് 24. EP-യുടെ പുസ്തകം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുമെന്നുറപ്പ്. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും G സുധാകരന്റെ അഭിമുഖം വലിയ ചർച്ചയായി. നരേന്ദ്രമോദി ശക്തനായൊരു ഭരണാധികാരി, ആർക്കും ഒരു സംശയമില്ല. ശക്തനായൊരു വലതുപക്ഷ ഭരണാധികാരിയാണ്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി J സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബത്തിന്റെ ആക്ഷേപങ്ങളും പരാതിയും ആദ്യം പുറത്തുവന്നത് 24-ലൂടെ. എന്നെ അവിടുന്ന് വിളിച്ചിട്ടൊരു സർട്ടിഫിക്കറ്റ് എന്തോ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരികെ പോകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്തായാലും സ്വന്തമായിട്ട് എന്തായിരുന്നാലും ചെയ്യാനുള്ള ധൈര്യം ഇല്ല അവന്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയതിൽ 24-ന്റെ നിർണായക ഇടപെടൽ. മലയാളി സമാജത്തെ ഒപ്പം കൂട്ടി 24 നടത്തിയ അന്വേഷണം മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമമിട്ടു. ഞങ്ങൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടിയെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടെങ്കിൽ 24 പ്രേക്ഷകർ അറിയിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. ഇപ്പോൾ അലക്ഷറ മുഹമ്മദ്, ഹരിദാസിനെ പോലുള്ളവരെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും നിങ്ങൾ കൃത്യസമയത്ത് ഇടപെടുകയും ചെയ്തു. ഹരിദാസ്, അങ്ങനെയാണ് നമുക്ക് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു. 24 സംഘം രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇതാ തിരിച്ചു കൊണ്ടുവരുന്നു കേരളത്തിലേക്ക്. ശരിക്കുള്ള ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് അലക്ഷനാണ്. സംഘർഷഭൂമിയായ മണിപ്പൂരിൽ നിന്ന് നേരിട്ടുള്ള റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആദ്യമായി ഒരു മലയാളം വാർത്താ ചാനലിനോട് പ്രതികരിച്ചു. കുക്കി, മെയ്തേയ് വിഭാഗങ്ങളുടെ തലവന്മാരുടെ പ്രതികരണങ്ങളും 24-ൽ മാത്രം. ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത VG 24. തിരുവനന്തപുരം വഞ്ചിയൂർ സബ് ട്രഷറിയിലെ തട്ടിപ്പിൽ പ്രതി ബിജുലാലിനെ പോലീസ് തിരയുമ്പോൾ 24 പ്രേക്ഷകർ തത്സമയം പ്രതിയുടെ പ്രതികരണം കേട്ടു. 24 ചാനലിന്റെ ബ്യൂറോയിലാണ് ട്രഷറി കേസ് പ്രതി ഇപ്പൊ അഭിമുഖം നടത്തുന്നത്. ബെഹ്റയെ ഞാൻ നിങ്ങളിലൂടെ അറിയിക്കുന്നു. അങ്ങോട്ട് പോയാൽ മതി. ഇപ്പൊ തന്നെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാം. ഏതായാലും പോലീസ് വിചാരിച്ചാൽ ഇത് പിടിക്കാൻ പറ്റത്തില്ല. ചാനലുകാരെങ്കിലും ഇത് പിടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ അവരോട് നന്ദി പറയുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടൻ സിദ്ദിഖിനെതിരായ യുവനടിയുടെ വെളിപ്പെടുത്തൽ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള സംവിധായകൻ രഞ്ജിത്തിന്റെ രാജിയിലേക്ക് നയിച്ച ബംഗാളി നടിയുടെ ആരോപണം മലയാളികൾ അറിഞ്ഞത് 24-ലൂടെ. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയൊരു വെളിപ്പെടുത്തൽ ആണ് ബംഗാളി നടി നടത്തിയിരിക്കുന്നത്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്ന അഭ്യൂഹങ്ങൾക്കിടെ 24 ഉറപ്പിച്ചു പറഞ്ഞു, ചർച്ചകൾ രാജിയിലേക്ക് തന്നെയെന്ന്. രഞ്ജിത്ത് ഇന്ന് രാജിവെക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോഴും പുറത്തു വരുന്നത്. അഭിനേതാക്കൾക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ ആടിയുലഞ്ഞ താരസംഘടന അമ്മ. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ രാജിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനവും ആദ്യം പുറത്തുവിട്ടത് 24. പുതിയ ഭരണസമിതിയിൽ തലമുറ മാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഇനി ശ്രദ്ധേയം. പാവപ്പെട്ടവരുടെ കൈകളിലെത്തേണ്ട ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത 1458 സർക്കാർ ജീവനക്കാർ. വാർത്ത പുറത്തുവിട്ടത് 24. ഈ പട്ടിക ഇവിടെ ഒതുങ്ങില്ല. പരിശോധന തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ
കുടുംബത്തിന്റെ ആക്ഷേപവും പരാതികളും ആദ്യം ചർച്ചയായത് 24-ലൂടെ. സഹപാഠികളുടെ അറസ്റ്റ് വരെ നീണ്ട തുടർ നിയമ നടപടികൾ. രാജ്യാതിർത്തികൾ കടന്ന് സംഘർഷഭൂമികളിൽ നിന്ന് നേരിട്ടുള്ള റിപ്പോർട്ടിംഗ്. യുക്രൈനിലെയും പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന്റെയും നേർചിത്രം മലയാളികൾ കണ്ടത് 24-ലൂടെ. കോവിഡ് കാലത്ത് RT-PCR ടെസ്റ്റിന് കൊള്ള ഫീസ് ഈടാക്കിയപ്പോൾ നിരക്ക് ഏകീകരിച്ചുള്ള സർക്കാർ ഇടപെടലിലേക്ക് നയിച്ചത് 24-ന്റെ നിരന്തര വാർത്തകൾ. CPIM-നോടിടഞ്ഞ മുൻ MLA S. രാജേന്ദ്രൻ BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത് ആദ്യം പുറത്തുവിട്ടു. സമസ്ത ലീഗ് തർക്കത്തിൽ പുതിയ അധ്യായം തുറന്ന പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരായ ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനം മലയാളികൾ ആദ്യം അറിഞ്ഞതും 24-ലൂടെ. മുസ്ലിം ലീഗ് നേതാവായിരിക്കുന്ന പാണക്കാട് സാദിഖലി തങ്ങൾക്കും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാണക്കാട് കാസി ഫൗണ്ടേഷനുമെതിരെയാണ് ഇപ്പോൾ ഉമർ ഫൈസി മുക്കം രംഗത്ത് വന്നിരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി UDF-ലുണ്ടായ പൊട്ടിത്തെറി ആദ്യം വാർത്തയാക്കിയത് 24. പീസറിന്റെ ആദ്യ പ്രതികരണം മുതൽ LDF സ്ഥാനാർത്ഥിത്വം വരെ 24 പ്രേക്ഷകർ ആദ്യമറിഞ്ഞ ഇലക്ഷൻ ബ്രേക്കിംഗുകൾ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ആദ്യ വാർത്താ ഇടപെടൽ 24-ലൂടെ. സമാനതകളില്ലാത്ത ധനസമാഹരണത്തിൽ നിർണായക ഇടപെടൽ. അവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് റിയാദിൽ തന്നെ. എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിൽ കൊണ്ടുവരും. ഇത് മാത്രമല്ല, റഹീമിനെ ഉമ്മയുടെ അടുത്തുകൊണ്ടാക്കുന്നവരെ 24 കൂടെ ഉണ്ടാവും കേട്ടോ. കോഴിക്കോട് പന്തീരാങ്കാവിലെ നവവധുവിന് ഭർത്തൃവീട്ടിൽ ക്രൂരമർദ്ദനമേറ്റ വിവരം ആദ്യം പുറത്തുവന്നത് 24-ലൂടെ. ആദ്യ കേസ് റദ്ദാക്കപ്പെട്ടെങ്കിലും വീണ്ടും സമാന പരാതിയിൽ രാഹുൽ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേരെ ഹണി ട്രാപ്പിൽ കുടുക്കിയ ശ്രുതി ചന്ദ്രശേഖരന്റെ തട്ടിപ്പുകൾ ആദ്യം വാർത്തയാക്കിയതും 24-ആണ്. പത്തനംതിട്ട മലയാലപ്പുഴയിലെ വാസന്തി മഠം മന്ത്രവാദ കേന്ദ്രത്തിനെതിരെ പോലീസ് നടപടിയിലേക്ക് നയിച്ചതും 24 വാർത്ത. കട്ടപ്പനയിലെ വിജയന്റെയും നവജാത ശിശുവിന്റെയും ഞെട്ടിക്കുന്ന കൊലപാതകവും പ്രതി നിതീഷിന്റെ ബലാത്സംഗ കേസുകളും കേരളം ആദ്യമറിഞ്ഞത് 24-ലൂടെ. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ. വെൽക്കം ബാക്ക്. 24-ന്റെ 6ാം പിറന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി തുടരുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത തുടക്കമായിരുന്നു 24 കണക്ട്. ആവശ്യമുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരെയൊക്കെ ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തി വാർത്താമുറിക്കപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങിയ പദ്ധതിയാണിത്. പദ്ധതി ആരംഭിച്ച് 2 വർഷത്തിനുള്ളിൽ തന്നെ 100ഓളം പേരിലേക്കാണ് സഹായഹസ്തം നീണ്ടത്. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരു കുടക്കീഴിൽ, ഒരു നെറ്റ്വർക്കിന്റെ കീഴിൽ കൊണ്ടുവരാനും രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും വർഗീയതയ്ക്കുമൊക്കെ അപ്പുറം മലയാളിയിൽ ഒരു സാഹോദര്യവും ഒരു താമരനൂലിന്റെ ബന്ധവും നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുവാനും വേണ്ടി നമ്മുടെ ഈ വാർഷികാഘോഷ പരിപാടി പ്രമാണിച്ച് നമ്മൾ ആരംഭിക്കുന്ന പദ്ധതിയാണ് 24 കണക്ട്. മെയ് 14 ചരിത്ര പദ്ധതിയുടെ തുടക്കം ആ ദിനത്തിലായിരുന്നു. കേരളത്തിലുടനീളം നടത്തിയ സ്നേഹയാത്രയിലൂടെയായിരുന്നു കണക്റ്റിന്റെ തുടക്കം. വേദനയുടെ ദുരിതക്കയത്തിൽ വീണുപോയവരെ കേൾക്കാനും അവരെ ചേർത്ത് പിടിക്കാനും സഹായങ്ങൾ എത്തിക്കാനുമായി 24 നടത്തിയ സ്നേഹയാത്ര. അമ്മയുടെ അംശത്തെ ഒത്തുചേർത്തുകൊണ്ട് അത് സഹായം ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാൻ ഇങ്ങനെ ഒരു വലിയ ഉദ്യമത്തിന് കേരളം നന്ദിയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ സ്നേഹമുള്ളവരായിരിക്കും. ഒരുപാട് പാവപ്പെട്ടവർക്ക് നല്ലൊരു സഹായമായി. പിന്നെ ഞങ്ങൾക്കല്ല ഈ പരിപാടിയിൽ ആൾക്കാരെ കാണാനും എടുക്കാനും വളരെ ആഗ്രഹമായിരുന്നു. ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ഇവരുടെ ഉദ്ദേശം. കാരുണ്യത്തിന്റെ ചങ്ങലയിൽ മലയാളികളെ ഒരുമിച്ച് ചേർക്കലായിരുന്നു 24 കണക്റ്റിന്റെ സ്നേഹയാത്ര. വാർത്താമുറിയിൽ നിന്ന് ജനമനസ്സുകളിലേക്കുള്ള നേരിട്ടിറങ്ങൽ. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ഒരു വാർത്താ ചാനൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ ജനകീയ പദ്ധതിയുടെ കണ്ണിചേർക്കൽ കൂടിയായിരുന്നു ആ യാത്ര. അടച്ചുറപ്പും സംരക്ഷണവുമുള്ള ഒരു വീട് സ്വന്തമായിട്ടില്ലാത്ത ആയിരങ്ങൾ നമുക്കിടയിൽ ഇനിയുമുണ്ട് എന്ന തിരിച്ചറിവാണ് 24 കണക്ട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് 100 വീടുകൾ എന്ന ഭവന പദ്ധതിക്ക് തുടക്കമിട്ടത്. 14 ജില്ലകളിലായി ഇതുവരെ തറക്കല്ലിട്ടത് 50ഓളം വീടുകൾക്ക്. സ്വന്തമായ ഒരു പാർപ്പിടമെന്ന നിരവധി മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവയ്ക്കാനുള്ള
24ന്റെ ശ്രമം തുടരുകയാണ്. ഒരു വീട് സ്വന്തമായിട്ടൊരു വീട് പണിഞ്ഞു കിട്ടുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതാണിപ്പോൾ ഈ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിലൂടെയും 24ലൂടെയും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്ഷനും കൂടി ചേർന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ഒത്തിരി സന്തോഷമുണ്ട്. 24ന്റെ 5ാം വാർഷിക ദിനത്തിൽ പ്രഖ്യാപിച്ച ജനകീയ പദ്ധതിയായിരുന്നു സ്ത്രീകൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലന പരിപാടി. പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് സ്വന്തമാക്കാൻ സ്ത്രീ സമൂഹത്തെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. സ്വപ്നങ്ങൾ കീഴടക്കാനുള്ള പരിശീലനം സ്വന്തമാക്കിയ ഇവർ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ആത്മവിശ്വാസമാണ് ആക്ച്വലി ഒരു സെൽഫ് ഡിഫൻസ് ക്ലാസ്സിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. ട്രെയിനിങ് വളരെ നല്ലതായിരുന്നു. എളുപ്പമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ എപ്പോഴും അവരുടെ സുരക്ഷ എപ്പോഴും തനിയെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിന് ഈ ഒരു ക്ലാസ് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ലഹരിയിൽ വീണു പോകുന്നവരുടെ എണ്ണം ദിനം പ്രതി ഉയരുന്ന കേരളത്തിലെ യുവതലമുറയ്ക്കിടയിൽ നിന്ന് ലഹരിയെ പൂർണ്ണമായി അകറ്റാനുള്ള ശ്രമമാണ് 24 കണക്ട് ലഹരിമുക്ത കേരളം. കേരളത്തിന്റെ കലാലയങ്ങളിലൂടെ യാത്ര ചെയ്ത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് സംസാരിക്കുന്ന പരിപാടി മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഒരു സേനയെ വാർത്തെടുക്കലാണ്. സ്കൂൾ കുട്ടികൾക്കിടയിൽ വരെ ഇത് വല്ലാത്ത വ്യാപകമാവുന്ന കാലത്ത് ഇനിയും അത് പിടിച്ചു കെട്ടി നിൽക്കാൻ നമ്മൾ ഒന്നാകെ ഇറങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ ഭാവി ശോഭനമാവില്ല. അപ്പൊ നിങ്ങൾ എത്രത്തോളം വാല്യുബിൾ ആണ്, നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സൊസൈറ്റിയിലും നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും നിങ്ങളുടെ റിലേറ്റീവ്സിനിടയിലും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ജനഹൃദയങ്ങളുടെ ഉള്ളുലച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലെ വേദന പേറുന്ന മനുഷ്യരെ ചേർത്ത് നിർത്താനും 24 കണക്റ്റിന്റെ പദ്ധതികൾക്ക് കഴിഞ്ഞു. ദുരന്തമുഖത്ത് ആദ്യ ദിനം തന്നെ 24 ഉണ്ടായിരുന്നു. അതിജീവനത്തിന്റെ പാതയിലെത്തിയ മനുഷ്യർക്ക് പാർപ്പിട സൗകര്യമൊരുക്കാൻ സജ്ജമാണെന്ന് ആദ്യമറിയിച്ച വാർത്താ ചാനൽ 24 ആയിരുന്നു. എല്ലാം നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള പഠന സഹായങ്ങൾ എത്തിക്കാനും 24 കണക്റ്റിന് കഴിഞ്ഞു. പ്രതീക്ഷകളില്ലാതാകുമ്പോൾ നിങ്ങൾക്കായി സംസാരിക്കാൻ ഞങ്ങളുണ്ട്, ഒപ്പമുണ്ട്. പ്രിയ പ്രേക്ഷകരോട് പ്രവൃത്തികൾ കൊണ്ട് സംസാരിക്കുകയാണ് 24 കണക്ട്. ന്യൂസ് ഡെസ്ക് 24. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24. എല്ലാവർക്കും നമസ്കാരം. 13 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഫ്ലവേഴ്സ് എന്ന ചാനൽ ഞങ്ങൾ ആരംഭിച്ചു. അത് ആരംഭിക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആരംഭിച്ചതിന് ശേഷം ഒരു വ്യത്യസ്തമായ, അതായത് സാധാരണ നടക്കുന്ന ചാനലിനേക്കാളും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചാനലായി മാറി. അത് നമ്മളെ പ്രേക്ഷകർ അംഗീകരിക്കുകയും ചെയ്തു. അതോടുകൂടെ അതിന് 5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ 24 ആരംഭിച്ചത്. 24 ആരംഭിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഒരു പക്ഷപാതം പിടിക്കാതെ ഒരു രാഷ്ട്രീയത്തിനോ ജാതിക്കോ മതത്തിനോ അതീതമായ ധൈര്യമായി നിസ്വാർത്ഥമായി അവതരിപ്പിക്കുന്ന വാർത്തകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. തീർച്ചയായും അതിൽ 24 വിജയിച്ചിട്ടുണ്ട് എന്നാണ് കാണികളുടെ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ 6ാം വാർഷികം, 6ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഈ നല്ല സുദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹവും പ്രേരണയും പ്രോത്സാഹനവും ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടി എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.
ജീവൽ പ്രശ്നങ്ങളിലെ കരുണാർദ്രമായ ഇടപെടലുകളാണ് 24-നെ പ്രേക്ഷക ഹൃദയങ്ങളോട് ചേർത്ത് നിർത്തിയത്. കൈവിട്ടു പോകുമെന്ന് കരുതിയ ജീവിതയാത്രയിൽ പലർക്കും താങ്ങായി, തണലായി, കരുത്തായി 24 തുടക്കം മുതൽ ഒപ്പം നിന്നു. ഇരുട്ടുമൂടിയ യാഥാർത്ഥ്യങ്ങളിൽ വെളിച്ചം പകർന്ന 24 വാർത്ത പോയ വർഷവും നിരവധി ജീവിതങ്ങൾക്ക് പുതുവഴി തെളിയിച്ചു. പ്രതീക്ഷിച്ചില്ല. വളരെയധികം നന്ദിയുണ്ട്. എത്രയും ചെയ്തു തന്നു. അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും ഇന്ന് മരിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ സാറ് സഹായിച്ചാലും രക്ഷപ്പെട്ടു. ജപ്തി ചെയ്ത് വീട് താഴിട്ട് പൂട്ടി പുറത്താക്കപ്പെട്ട പറവൂരിലെ സന്ധ്യ പോലുള്ളവരുടെ ജീവിതങ്ങൾ 24 പൊതുസമൂഹത്തിലെത്തിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ സഹായപ്രവാഹം. വാർത്തയറിഞ്ഞ് സന്ധ്യയുടെ മുഴുവൻ ബാധ്യതകളും ഏറ്റെടുത്ത് MA യൂസഫലി രംഗത്തെത്തി. ഇനിയൊരിക്കലും തുറക്കാൻ കഴിയില്ലെന്ന് കരുതിയ വീടിന്റെ വാതിൽ പൂട്ടിയവർ തന്നെ ആ രാത്രിയിൽ സന്ധ്യയ്ക്കും കുടുംബത്തിനും തുറന്നു നൽകി. അവർക്ക് പൈസ ചോദിക്കണ്ട, പൈസ കൊടുക്കാനുണ്ടായി കിട്ടണം. ഓരോരുത്തരോ കോടിക്കണക്കിൽ ഉറുപ്പ്യ ചോദിക്കണ്ടല്ലോ. ആ ഉറുപ്പ്യ പോയി നാട്ടുകാർ കൊടുത്താൽ എൻ്റെ കുട്ടിനെ കഴിച്ചിലാക്കുമെന്ന് പറഞ്ഞത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദിയിലെ ജയിലടക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൽ റഹീമിന്റെ കഥയും സങ്കടക്കടലിൽ മുങ്ങിയ കുടുംബത്തിന്റെ നിസ്സഹായതയും 24 പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു. ഈ അമ്മയുടെ തോരാത്ത കണ്ണീരിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ മലയാളികൾ ഒത്തുചേരണം, ഒന്നിച്ച് സഹായിക്കണം. ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഈ പണം 10 ദിവസങ്ങൾക്കകം കണ്ടെത്തണം. 10 ദിവസം കൊണ്ട് അസാധ്യമെന്ന് കരുതിയ 34 കോടി രൂപ മാസ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ചേർന്ന് സമാഹരിച്ചത് 7 ദിവസം കൊണ്ടാണ്. പെരുന്നാൾ ദിനത്തിൽ അബ്ദുൽ റഹീമിന്റെ ഉമ്മയുടെ കണ്ണിൽ സന്തോഷത്തിന്റെ, ആശ്വാസത്തിന്റെ വെട്ടം തെളിഞ്ഞു. കാട്ടിത്തരഞ്ഞ് നിങ്ങളൊക്കെ സഹകരിച്ച് നിങ്ങളൊക്കെ നന്ദി. എല്ലാവരോടും നന്ദി പറയുന്നു. വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി, ശുക്ര് തന്നെ. അതുകൊണ്ട് ഒരിക്കലും ഈ ചാനലിന് ഈ വ്യക്തികളെ നമ്മൾ ഒരിക്കലും മറക്കൂല. എന്റെ കാലത്തിന് ശേഷമാണ് ഈ ഇളം പുഞ്ചിരിയോട് കൂടി നമ്മൾ കാണുന്നത്. പ്രതീക്ഷയറ്റ മനുഷ്യരുടെ നിറഞ്ഞ പുഞ്ചിരികൾ. വീടെന്ന് വിളിക്കാൻ പോലും കഴിയാത്ത, വെളിച്ചമില്ലാത്ത ഒരു കുഞ്ഞു കൂരയിലായിരുന്നു ഭിന്നശേഷിക്കാരനായ സഞ്ജുവും കുടുംബവും കഴിഞ്ഞിരുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു കയറി കിടക്കണം വേണം. എൻ്റെ കൊച്ചുങ്ങളെ ഇട്ടുകൊണ്ട് എനിക്ക് കിടക്കണം. പലരും വന്നും കണ്ടും ഫോട്ടോയെടുത്തും പോയതല്ലാതെ ഒരു സഹായവും ആരും തന്നില്ല എന്ന് പറയുന്ന സഞ്ജുവിന്റെ അമ്മയുടെ ദൈന്യതയും സഞ്ജുവിന്റെ ദുരിതസ്ഥിതിയും 24-ലൂടെ കേരളം കണ്ടു. ഉത്തരവാദിത്തപ്പെട്ടവർ മുഖം തിരിച്ചപ്പോൾ 24 വാർത്ത കണ്ട് ഒരു കൂട്ടം അധ്യാപകർ ഒത്തുചേർന്ന് സഞ്ജുവിന് സ്വപ്നക്കൂടൊരുക്കി. അതും തികച്ചും ഭിന്നശേഷി സൗഹൃദമായി ഒരു വീട്. അങ്ങനെ അവഗണനയിൽ ആശയറ്റ മനുഷ്യരെ കൈപിടിച്ചുയർത്തിയ നിരവധി വാർത്തകൾ. ഉരുൾപൊട്ടലിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട അനീഷിന്റെയും വിഷ്ണുവിന്റെയും വാർത്തകൾ 24-ലൂടെ ജനമറിഞ്ഞു. പിന്നാലെ അനീഷിന് പുതിയൊരു ജീപ്പ് നൽകി ഡിവൈഎഫ്ഐയും വിഷ്ണുവിന് പുതിയ ഓട്ടോറിക്ഷ വാങ്ങി നൽകി ബഹ്റൈനിലെ ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസും ആ യുവാക്കളുടെ പ്രതീക്ഷകൾക്ക് ജീവൻ പകർന്നു. ആ സമയത്ത് ആ വാർത്ത പുറത്തു വിട്ടത് 24. വിഷ്ണു ഈ താക്കോല് വാങ്ങുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി. വിഷ്ണുവിൻ്റെ മുഖത്ത് ഒരു ആശ്വാസത്തിൻ്റെ ഒരു തെളിമ, ഒരു ചെറിയതായിരിക്കുന്ന ഒരു പുഞ്ചിരി കണ്ടിട്ടുണ്ട്. അതൊരു തിരിച്ചുവരവിൻ്റെ, അതിജീവനത്തിന്റെ പുഞ്ചിരിയാണ്. ഉള്ളുലഞ്ഞ മനുഷ്യരുടെ വേദനകൾക്ക് സ്നേഹയുറവ പറ്റാത്ത മനുഷ്യരുടെ സഹായത്തോടെ 24 തണലായി. 24 ന്യൂസ് ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിച്ചു. 24 അവസരം സാറിനും 24 ഉൾപ്പെടെ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു. വലിയ സഹായം ചെയ്തതിൽ ഒരുപാട് സന്തോഷവും. കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ നീറുന്ന യാഥാർത്ഥ്യങ്ങൾ വാർത്തകളായി നൽകിയും പരിഹാരമാകും വരെ ഒപ്പം നിന്നും 24 നാടിന്റെ സ്വന്തം ന്യൂസ് ഡെസ്കായി. വിശ്വാസ്യതയുടെ 6 വർഷം, 6ാം വാർഷിക നിറവിൽ 24. അതിവേഗത്തിൽ വളരുന്ന വാർത്താ ചാനൽ എന്ന നിലയിലേക്ക് 24-നെ എത്തിച്ചത് പ്രേക്ഷകരാണ്. അതോടൊപ്പം ഈ സ്ഥാപനത്തെ സ്വന്തമായി കാണുന്ന ജീവനക്കാരും. ശ്രീകണ്ഠൻ നായർക്ക് പിന്നിൽ ഒരു കുടുംബത്തെ പോലെ
ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ജീവനക്കാരുണ്ട്. പ്രേക്ഷകരോടും ചാനൽ കുടുംബാംഗങ്ങളോടും ഈ സന്ദർഭത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഇനിയുമേറെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും സഹകരണമുണ്ടെങ്കിൽ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാവരും ഇനിയും കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും എൻ്റെ ആശംസകൾ. കണ്ടുപരിചയിച്ച വാർത്താ സങ്കേതങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ച 24 ഡിജിറ്റൽ രംഗത്തും അനുകരിക്കാൻ കഴിയാത്ത മാതൃകയായി. ഓരോ പിറന്നാൾ ദിനത്തിലും ഓരോ മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ കൂട്ടിയ 24 അതിവേഗം വളരുകയാണ്. 6ാം വാർഷിക ദിനത്തിൽ 6.5 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കിയാണ് യൂട്യൂബിൽ 24ന്റെ മുന്നേറ്റം. വാർത്താ ലോകത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച 24 ഇന്ന് 6ാം വാർഷിക നിറവിലാണ്. കണ്ടുപരിചയിച്ച വാർത്താ സങ്കേതങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ച 24 ഡിജിറ്റൽ രംഗത്തും അനുകരിക്കാനാകാത്ത മാതൃകയായി. ഓരോ പിറന്നാൾ ദിനത്തിലും ഓരോ മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ കൂട്ടിയ 24 അതിവേഗം വളരുന്ന വാർത്താ മാധ്യമം എന്ന പേരിനെ കൂടുതൽ തിളക്കമുള്ളതാക്കി. 2018 മുതൽ വോട്ടെണ്ണൽ ദിനം മലയാളികൾ കാണുന്ന വാർത്താ ചാനലായി 24 വളർന്നത് അതിവേഗമാണ്. ഏറ്റവുമധികം പ്രേക്ഷകർ ഒരേ സമയം കണ്ട തിരഞ്ഞെടുപ്പ് ലൈവ് എന്ന ഏഷ്യൻ റെക്കോർഡ് ഇന്നും 24-ന്റേതാണ്. ഇത് 24 ഡിജിറ്റലിന്റെ തിളക്കമുള്ള നേട്ടങ്ങളിൽ ഒന്നാണ്. വാർത്തകളുടെ യാഥാർത്ഥ്യം കൈവിടാതെയുള്ള 24 ഡിജിറ്റൽ എക്സ്പ്ലെയിനറുകൾ സംഭവങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. സമസ്ത മേഖലകളെയും പരാമർശിക്കുന്ന എക്സ്പ്ലെയിനറുകൾ പ്രേക്ഷകർക്കായി പുതിയ അറിവിന്റെ ലോകം തുറന്നിടുന്നതിനൊപ്പം അനുദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്നു. പ്രേക്ഷക സ്വീകാര്യത സ്വന്തമാക്കുന്നതിനൊപ്പം അരസ്യൽ ഗലാട്ട, വാല്യൂ പ്ലസ് തുടങ്ങിയ ജനകീയ പരിപാടികൾ സംസ്ഥാന പുരസ്കാര നേട്ടത്തിലുമെത്തി. പുതിയ കാലഘട്ടത്തിന്റെ പുത്തൻ സങ്കേതമായ ഇൻസ്റ്റഗ്രാമിലും ഏറ്റവും വേഗത്തിൽ വളരുന്ന വാർത്തായിടം 24 തന്നെയാണ്. ലോകത്തെവിടെ നടക്കുന്ന വാർത്തകൾ ഞൊടിയിടയിൽ പ്രേക്ഷകരിലേക്ക് വ്യക്തതയോടെ എത്തിക്കാൻ 24-ന് കഴിഞ്ഞു. ഇതിന്റെ തെളിവാണ് ഇൻസ്റ്റഗ്രാമിലെ 1.6 മില്യൺ ഫോളോവേഴ്സ്. വാർത്തകൾ അറിയാൻ മലയാളികൾ ഏറ്റവുമധികം ഉപയോഗിക്കുന്ന വാട്സ്ആപ്പ് ചാനലും 24-ന്റേതാണ്. ഫേസ്ബുക്കിൽ 4.3 മില്യൺ ഫോളോവേഴ്സുമായും എക്സിലും ചലനാത്മകമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ 6 വർഷങ്ങൾ കൊണ്ട് 24-ന് കഴിഞ്ഞു. ഓൺ എയറിൽ വാർത്തകൾ പോകുന്ന അതേ വേഗത്തിൽ തന്നെ വെബ്സൈറ്റിലും വാർത്തകൾ ലഭ്യമാകുന്നു എന്നതാണ് 24-നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മാറുന്ന കാലത്തിന്റെ അഭിരുചികൾ മനസ്സിലാക്കി ഡിജിറ്റൽ ലോകത്ത് മുന്നേറുന്ന 24 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ 6ാം വർഷത്തിൽ പ്രേക്ഷക സ്വീകാര്യതയും ഒപ്പം കൂട്ടുന്നു. പ്രേക്ഷക പിന്തുണയ്ക്ക് നന്ദി. 24ന്റെ 6ാം പിറന്നാളാണിന്ന്. 6ാം വാർഷികാഘോഷം പ്രേക്ഷകർക്കൊപ്പം ഗംഭീരമാക്കി 24. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ സാധ്യമാക്കി 24 ഇനിയും മുന്നോട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടും ഇരുന്ന് ഈ 6ാം വാർഷിക നിറവ് നിൽക്കുന്ന 24ന്റെ ഈ പ്രഭാത സംപ്രേഷണം കാണാൻ തയ്യാറായിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും വർദ്ധിത വീര്യത്തിൽ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2018 ഡിസംബർ 8-ാം തീയതി രാവിലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന്. 6 കൊല്ലം കഴിയുമ്പോഴും അതേ സന്തോഷത്തിൽ പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കുന്നു. പ്രേക്ഷകർ ഒരുപാട് വളർന്നു, 24ഉം ഒരുപാട് വളർന്നു. മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ അവതാരകർ അണിനിരന്നു. 6 വർഷത്തെ 24ന്റെ യാത്രയെ ചേർത്തു നിർത്തിയ പ്രേക്ഷകർക്കുള്ള കാഴ്ച വിരുന്നായിരുന്നു ഇന്നത്തെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ മിൻവിരി മാറത്ത് പടരാൻ മോഹം. 6ാം വാർഷിക വേളയിൽ
നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഗോപിക്ക് എന്താ പറയാൻ? നമ്മുടെ ഉത്തരവാദിത്തം കൂടി വരുന്നു ഓരോ വർഷം കഴിയുന്തോറും. കാരണം മത്സരം കൂടുന്നു. പിന്നെ മാത്രമല്ല നമ്മളിൽ നിന്ന് പുതുമകൾ പ്രതീക്ഷിക്കുന്നുള്ളതാണ്. കാരണം പുതുമകൾ കൊണ്ടുവന്ന ചാനൽ എന്നതാണ് 24-നെ വേറിട്ട് നിർത്താൻ. മലയാള ദൃശ്യമാധ്യമ രംഗത്ത് അടിമുടി മാറ്റത്തിന് തുടക്കം കുറിച്ചതിന്റെ 6 വർഷത്തിന്റെ ആനിവേഴ്സറി എന്ന തരത്തിലേക്കാണ് ഞാൻ ഇതിനെ അടയാളപ്പെടുത്തുന്നത്. നാഴികക്കല്ലുകൾ ഓരോന്നായി പിന്നിട്ട് ഇങ്ങനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 24 ഒത്തിരി വളർന്നു, പ്രേക്ഷകരും വളർന്നു. നമ്മൾ വാർത്തകളിൽ പക്ഷം പിടിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ വാർത്തകളിൽ പക്ഷം പിടിക്കുന്നുണ്ട്. അത് പക്ഷേ ജനപക്ഷമാണ്. 6 വർഷത്തിനിടയിൽ ഇസ്രായേൽ യുദ്ധവും ഉക്രൈൻ യുദ്ധവും നമ്മൾ വളരെ ഇതായിട്ട് ആദ്യം റിപ്പോർട്ട് ചെയ്യുകയും ആഘോഷവേളയിൽ പ്രേക്ഷകരും ലൈവായി കൂടെ കൂടി. ഞാൻ ഈ 24 വന്ന ശേഷമാണ് ഞാൻ ഈ മാധ്യമങ്ങൾ നമ്മൾ ഈ വാർത്ത തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എല്ലാരെയും ഞാൻ കുറച്ചുപേരെ നേരിട്ട് കണ്ടിരുന്നു. കഴിഞ്ഞ തവണ പ്രേക്ഷക സംഗമത്തിന് ഞാൻ എറണാകുളത്ത് എത്തിയിരുന്നു. നാട്ടിൽ ന്യൂസിലൻഡിൽ 24 ഒക്കെ കാണുന്നുണ്ടോ ആളുകള്? എന്റെ ഹസ്ബൻഡ് സ്ഥിരം കാണുന്ന ഒരു ചാനലാണ് 24. ജില്ലാ കേന്ദ്രങ്ങളിലും ബ്യൂറോകളിലും മധുരം വിതരണം ചെയ്ത് പിറന്നാൾ ആഘോഷം. തിരൂർ മാർക്കറ്റിൽ 24-ന് സർപ്രൈസ് സമ്മാനമൊരുക്കി തൊഴിലാളികൾ. ഈ 6ാം വർഷത്തിലേക്ക് കടക്കുന്ന 24-ന് ആദ്യം തന്നെ ഞങ്ങൾ ആശംസകൾ നേരുകയാണ്. വിശ്വാസത്തോട് കൂടിയിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ചാനലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ് 24. 6 വർഷം പിന്നിടുമ്പോൾ ജനപക്ഷ മാധ്യമ പ്രവർത്തനം കൂടുതൽ കരുത്തോടെ തുടരുകയാണ്. നാടിന് വഴികാട്ടിയായി ഇനിയും മുന്നോട്ട്. നമുക്ക് തകർക്കണം, അടിച്ച് പൊളിക്കണം. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ. ടീം 24. പ്രേക്ഷകർ കൂടി പങ്കാളിയായ 6ാം പിറന്നാൾ ആഘോഷം വിവിധ ബ്യൂറോകളുടെ നേതൃത്വത്തിൽ പ്രേക്ഷകർക്ക് മധുരം വിതരണം ചെയ്തുള്ള ആഘോഷം എങ്ങനെയായിരുന്നു എന്നതിലേക്കാണ് ഇനി. സമൂഹത്തിലേറെ സ്വാധീനവും അവരുടെ മനസ്സും നല്ല രീതിയിൽ കീഴടക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ചാനലാണ് 24. ഏറ്റവും നല്ല ചാനൽ 24 ഒരു ഇഷ്ടപ്പെട്ട ഒരു വാർത്താ ചാനലാണ്. നമ്മളത് തന്നെ വെക്കാറുള്ളൂ. ജന്മദിനമൊക്കെ ലഡുവിൽ ഒതുക്കുക എന്ന് പറയുന്നതിനകത്തുള്ള കടുത്ത പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തിയതായിട്ട് SKNോടും പറയണം.
ബാക്ക് 24-ന്റെ 6ാം പിറന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തൊരു ചാനലിനും നടത്താൻ കഴിയാത്ത മറ്റൊരു കാര്യം കൂടി 24 സാധ്യമാക്കി. പ്രേക്ഷകരും പ്രക്ഷേപകനും തമ്മിലുള്ള അകലം കുറച്ച് ഇരുവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള 24-ന്റെ പ്രേക്ഷക സമ്മേളനങ്ങൾ. ലോകത്താദ്യമായി ഒരു ടെലിവിഷൻ ചാനൽ സംഘടിപ്പിച്ച ആദ്യ സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ മലപ്പുറത്തും വയനാട്ടിലും ആലപ്പുഴയിലും ജില്ലാ സമ്മേളനങ്ങളും 24 സംഘടിപ്പിച്ചു. ഭവന പദ്ധതികളടക്കം നിരവധി ജീവകാരുണ്യ പദ്ധതികൾ ഈ സമ്മേളനങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടു. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി പ്രേക്ഷക സമ്മേളനങ്ങൾക്ക് തുടക്കമിട്ടത് 24 ആണ്. പ്രക്ഷേപകരും പ്രേക്ഷകനും തമ്മിലുള്ള അകലം കുറയ്ക്കുകയും സമൂഹ നന്മയ്ക്കായി ഒരുമിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് 2024 പ്രേക്ഷക സമ്മേളനങ്ങൾക്ക് 24 തുടക്കം കുറിച്ചത്. പുതുവത്സര ദിനത്തിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഈ മാസം തന്നെ സംസ്ഥാന സമ്മേളനം നടക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ജനുവരി 28-ാം തീയതി ഞായറാഴ്ചയാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുക. 10 മണിക്ക് ശേഷമായിരിക്കും സംസ്ഥാന സമ്മേളനം ആരംഭിക്കുക. കൊച്ചിയിൽ 2024 ജാനുവരി 28-നായിരുന്നു പ്രേക്ഷകരുടെ ആദ്യ സംസ്ഥാന സമ്മേളനം. ലോകമെമ്പാടുമുള്ള 24 പ്രേക്ഷകരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയ സമ്മേളനം വൻ വിജയമായി. സമൂഹത്തിൽ വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച 24 കണക്റ്റിന്റെ ഭാഗമായി പ്രേക്ഷകരും മാറി. ഫ്ലവേഴ്സിലെ താരങ്ങളും 24-ലെ അവതാരകരും പ്രേക്ഷകർക്കൊപ്പം ചേർന്നപ്പോൾ 24 കുടുംബം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. മലപ്പുറത്തെ തിരൂരിലായിരുന്നു ആദ്യ ജില്ലാ സമ്മേളനം. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ കുട്ടികളെ ആദരിച്ചുകൊണ്ടായിരുന്നു തുടക്കം. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് നിർമ്മിക്കുന്ന 100 വീടുകളിൽ 10 എണ്ണം മലപ്പുറത്തിനായി മാറ്റിവെച്ചു. കാഴ്ച ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ശ്രീകണ്ഠൻ നായർ സാറുടെ കൈ പിടിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അത് സാധിപ്പിച്ചാൽ വളരെ നന്ദി. ഈ കൈ ആരുടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? കൈയാണ്. ഞാൻ ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എന്നും കേൾക്കുന്ന ആളാണ്, കാണൂല. നിങ്ങൾ ഇപ്പോഴാണ് ഇനി ശ്രീകണ്ഠൻ നായർ സാറെ തൊട്ട് എന്നൊരു അവകാശം എനിക്കുണ്ട്. 24-ൽ ഒരു അവകാശം. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് സാന്ത്വനം പകരാൻ 2ാം ജില്ലാ സമ്മേളനം വയനാട്ടിൽ. 24 കണക്റ്റിന്റെ എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് സുമനസ്സുകളുടെ സഹായപ്രവാഹം. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വക ആശുപത്രി നിർമ്മാണത്തിന് 3 കോടി രൂപ സഹായം. 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും 30 പേർക്ക് തൊഴിൽ നൽകുമെന്നും അനാഥരായ 10 പേരെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ഫ്ലവേഴ്സ് ചെയർമാനും ഗോകുലം ഗ്രൂപ്പ് ചെയർമാനുമായ ഗോകുലം ഗോപാലന്റെ വാഗ്ദാനം. ഇന്നും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ആരും നോക്കാനുള്ള ആളില്ലെങ്കിൽ അവരെ നമ്മൾ നോക്കാം എന്നുള്ളതാണ്. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുവാണ്. ഉരുൾപൊട്ടലിൽ എല്ലാവരെയും നഷ്ടപ്പെട്ട ശ്രുതിയും അവർക്ക് താങ്ങായെത്തിയ ജെൻസനും വയനാട് സമ്മേളനത്തിനുണ്ടായിരുന്നു. സമ്മേളനത്തിന് ദിവസങ്ങൾക്ക് ശേഷം റോഡ് അപകടത്തിൽ ജെൻസൺ യാത്രയായത് 24 കുടുംബത്തിന്റെ തീരാ ദുഃഖമായി. ആലപ്പുഴയിലായിരുന്നു 3ാം ജില്ലാ സമ്മേളനം. ഓരോ സമ്മേളനത്തിലും പ്രേക്ഷക പങ്കാളിത്തം വർദ്ധിച്ചു വരുന്ന കാഴ്ച 24-ന്റെ വിശ്വാസ്യതയ്ക്ക് തെളിവായി. ജീവിത പ്രശ്നങ്ങൾക്ക് കൈത്താങ്ങ് പ്രതീക്ഷിച്ചെത്തിയവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സാധാരണക്കാരുടെ മോഹങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് 24-ന്റെ യാത്ര തുടരുകയാണ്. വരും വർഷത്തിലും കൂടുതൽ പ്രേക്ഷക സമ്മേളനങ്ങളുമായി 24 ജനതയുടെ ജീവിതത്തിലേക്കും ഹൃദയങ്ങളിലേക്കും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലും. റിസർച്ച് ഡെസ്ക് 24. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24. നെഞ്ചുറപ്പിന്റെ 5 ആണ്ട് കടന്ന് 6ന്റെ നിറവിൽ. വെപ്രാളങ്ങളില്ല, വിശ്വാസ്യത മാത്രം. ബഹളങ്ങളില്ല, തെളിമയുള്ള വാർത്താ വഴി മാത്രം. കേട്ടുകേൾവിയല്ല വാർത്ത, കൺമുന്നിലെ കാഴ്ചയാണ് വാർത്ത. നാടിന്റെ മുക്കിലും മൂലയിലും നിന്ന് ഏറ്റവും വലിയ വാർത്താ സംഘം.
വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ. 6ാം വാർഷിക നിറവിൽ 24. ഞങ്ങളുടെ കരുത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. പ്രേക്ഷക പിന്തുണ ഇനിയും കൂടുതൽ നമുക്കൊപ്പം ഉണ്ടാകണം. ഞങ്ങൾ ആ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകും. നന്ദി.